കോഴിക്കോട് ചീക്കോട്ടങ്ങാടിയിലെ ന്യൂ ബ്രദേഴ്സ് ഹോട്ടൽ. കട തുറന്ന് 1 മണിക്കൂറായി കഴിഞ്ഞു കാണും. പതിവ് കസ്റ്റമറെത്തി. 2 പൊറോട്ട, ബീഫ് കറി. ആള് കഴിച്ചു തുടങ്ങി. 2 4 4 8. പന്ത്രണ്ടായി. 18. 18 പൊറോട്ടയും 3 ബീഫ് കറിയും. തൽക്കാലം വിശപ്പടങ്ങി. ബില്ല് തുക 500 കടന്നു. ഞങ്ങളൊഴികെ ആരും അത് കണ്ട് ഞെട്ടിയില്ല. അവരിത് പതിവായി കാണുന്നതാണ്. കാര്യം തിരക്കിയപ്പോൾ ഹുസൈൻകുട്ടി ഉള്ളതുപോലെ പറഞ്ഞു. ഇത് കേട്ട് നിങ്ങളാരും ഞെട്ടരുത്. ചപ്പാത്തി 10 ബിരിയാണി 20, പൊറോട്ട 60 വരെ എത്തിക്കുന്നു. 15 കൊല. ഇപ്പൊ തിന്നുവെച്ചാൽ 30 വരെ തിന്നാം. രാവിലെ ഒരു വട്ടം കഴിച്ചതാണ്. അതുകൊണ്ട് പ്രതീക്ഷിത പോലെ കഴിക്കാനായില്ല. ഒറ്റയിരിപ്പിന് 60 പൊറോട്ട വരെ കഴിക്കാറുണ്ട് ഹുസൈൻകുട്ടി. മുന്തിരി, നാരങ്ങ ഒക്കെ കിലോ കണക്കിനല്ല, കൊട്ടക്കണക്കിനാണ് അകത്താക്കുന്നത്. മുന്തിരി ഒരു കൊട്ട, പിന്നെ ജിലേബി 5 ഒരു പെട്ടി തിന്നു. നാരങ്ങ 5 ഒരു 50 50 കൂടുതൽ തിന്നാം. പക്ഷേ വാങ്ങുന്നേരം പിന്നെ ചിലപ്പോൾ ആ കടയിൽ ഉണ്ടാവില്ല സാധനം. എന്തുകൊണ്ടാണ് ഇത്രയും കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹുസൈൻകുട്ടി നിഷ്കളങ്കമായ ആ മറുപടി നൽകും. പെട്ടെന്ന് വിശക്കും, കത്തിപ്പോവുക, പിന്നെ ഒന്നുമില്ല. ഇനി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞാൽ കഴിക്കും. ഹുസൈന്റെ കടുപ്പ് കണ്ടാൽ ആരും തൃശ്ശൂരിലെ തീറ്റ റപ്പായിയെ ഓർത്തുപോകും. തീറ്റ മത്സരത്തിൽ റപ്പായിയോട് പലതവണ മുട്ടിയതിന്റെ കഥ ഹുസൈൻ പറഞ്ഞു തരും. റപ്പായിൻ്റെ കൂടെ മത്സരിച്ച് തൃശ്ശൂരിൽ നിന്ന് വെച്ചിട്ട് വയലത്തൂർ വെച്ചിട്ട് റപ്പായി ഒരു സഞ്ചി പിടിച്ച പള്ള ചാടിയ ഒരാളാണ്. പക്ഷേ സൗണ്ട് കൂടുതലാണ് മൂപ്പർക്ക്. പക്ഷേ മൂപ്പര് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചാൽ അവർക്ക് തിന്നാൻ കൊടുക്കാനുണ്ടാവില്ല, ഇപ്പം തന്നെ ഒക്കുന്നില്ല എന്ന് പറയുന്നത്. ഒരു 20ഓളം വീട്ടിൽ നിന്ന് ഭക്ഷണമുണ്ട്. അത് കൂടാണ്ട് ഹോട്ടലിൽ കമ്മിറ്റി ഉണ്ടാക്കിയ. അയാൾ മരിച്ചു.